പൊതുവെ പരിഷ്കൃത സമൂഹമെന്ന് അവകാശപ്പെടുന്നവരാണ് നമ്മൾ മലയാളികൾ. എന്നാൽ ഇവിടെ ഇപ്പോഴും പ്രാകൃതമായ ആൾക്കൂട്ട വിചാരണയും ആക്രമണവും ഒക്കെ നടക്കുന്നുണ്ട്. ഈ നാട്ടിൽ കോടതിയും പോലീസും നിയമവും ഒക്കെ ഉള്ളപ്പോൾ ചിലർ കുറ്റവിചാരണ നടത്തുന്ന കാഴ്ച. കോഴിക്കോട് താമരശ്ശേരിയിൽ ജയിലിൽ നിന്നിറങ്ങിയ 70-കാരനെ ആൾക്കൂട്ട വിചാരണ നടത്തുകയും മർദ്ദിക്കുകയും ചെയ്തതായി പരാതി. താമരശ്ശേരി പുതുപ്പാടി സ്വദേശി കുഞ്ഞുമൊയ്തീനെയാണ് ഒരു സംഘം ആളുകൾ വളഞ്ഞിട്ട് മർദ്ദിച്ചത്. വൈദ്യുത പോസ്റ്റിൽ കെട്ടിയിട്ടായിരുന്നു മർദ്ദനം. കേസിലെ ഒന്നാം പ്രതി മുൻ പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയ കേസിലാണ് താമരശ്ശേരി പുതുപ്പാടി സ്വദേശി കുഞ്ഞുമൊയ്തീൻ ജയിൽവാസം അനുഭവിച്ചത്. 75 ദിവസത്തിന് ശേഷമാണ് ജാമ്യം ലഭിച്ചു പുറത്തു വന്നത്. പരാതി നൽകിയവർ ആക്രമിക്കുമെന്ന ഭീതി കുഞ്ഞുമൊയ്തീനുണ്ടായിരുന്നു. അതിനാൽ കട്ടിപ്പാറ പഞ്ചായത്തിലുള്ള സഹോദരിയുടെ വീട്ടിലാണ് ഇയാൾ താമസിച്ചിരുന്നത്. ഞായറാഴ്ച വൈകിട്ടോടെ അവിടെ എത്തിയാണ് ആക്രമണം. കുഞ്ഞുമൊയ്തീനെ മർദ്ദിച്ച ശേഷം ജീപ്പിൽ കയറ്റി അയ്യാറട്ട് അങ്ങാടിയിൽ കൊണ്ടുവന്ന് വൈദ്യുതി പോസ്റ്റിൽ കെട്ടിയിട്ട് വീണ്ടും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. 10-70 ദിവസം ജയിൽ റിമാൻഡിൽ കഴിഞ്ഞ് ജാമ്യത്തിലിറങ്ങി എൻ്റെ നാട്ടിൽ വന്ന് എൻ്റെ പെങ്ങളെ വീട്ടിൽ പോയി നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഒരു ജീപ്പുമായിട്ട് 5-6 ഗുണ്ടകൾ വന്നിട്ട് എന്നെ പിടിച്ച് ബലമായിട്ട് കൈ കെട്ടിക്കണ്ട് ജീപ്പ് കയറ്റി കാവുമ്പുറം അങ്ങാടി കൊണ്ട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കാവുമ്പുറം അങ്ങാടി കൊണ്ട് വെച്ച് ഒരു പോസ്റ്റിൻ്റെ മുകളിൽ എന്നെ കെട്ടിയിട്ട് കണ്ട് അവർ കണ്ടമാനെന്നെ അടിച്ച് ആ വേദന ഇന്ന് നിലനിൽക്കുന്നു. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ കുഞ്ഞുമൊയ്തീൻ പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. ഈ സമയം സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന കോഴിക്കോട് റൂറൽ SP മുൻകൈയെടുത്താണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നത്. ഒന്നാം പ്രതി അബ്ദുൾ റഹിമാൻ എന്നയാൾ പോലീസിലെ മുൻ ഉദ്യോഗസ്ഥനാണ്. ആക്രമണ സംഘത്തിൽ ഉണ്ടായിരുന്ന ഒരാളുടെ ഭാര്യയെ ഉപദ്രവിച്ചെന്ന കേസിലാണ് കുഞ്ഞുമൊയ്തീൻ ജയിലിൽ കഴിഞ്ഞത്. ഇയാൾ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. ന്യൂസ് 18 മുക്കം.